Hello guys, welcome back to my stock marketing portfolio revealing video. സോ ഇത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഈ വീഡിയോ ബാക്കി എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരും ഈ വീഡിയോ കാണരുത്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ, സോ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. That's it. Okay. So I think portfolio revealing series follow ചെയ്യുന്നവർക്കറിയാം. So every month we are revealing our portfolio. So every month we are revealing the portfolio of the first day of that month. സോ അങ്ങനെ നമ്മുടെ ഏപ്രിൽ എത്തിയിരിക്കുകയാണ്. സോ ഏപ്രിൽ ഫസ്റ്റിലെ പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബ്രീഫ്ലി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കഴിഞ്ഞ മാസം സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാം. സോ ലാസ്റ്റ് മന്ത് മാർച്ച് 2025 ആയിരുന്നു. സോ it was a very bad month for stock market investors. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ മാർച്ച് 2025 കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടെങ്കിലും ഓവറോൾ ഇറ്റ് ഈസ് ഗോയിങ് വെരി നെഗറ്റീവ് ആൻഡ് എക്സ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച്. ഇപ്പം ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് ആയി. സോ ട്രംപിന്റെ താരിഫ്സ് വളരെയധികം നെഗറ്റീവായിട്ട് ഇന്ത്യൻ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ എവറി ഡേ. സോ it's very hard to, or it is very sad to see the portfolios right now, but this we just understand, or we are always, as every time I say, we believe in the growth of India. We believe that Indian market will go up and up in the upcoming years, so we are fully confident about the Indian stock market, so that we don't really worry about this kind of fluctuations which is existing or happening every time. This is a normal thing. So that's it. നമുക്ക് സാഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാഡാണ്, ബിക്കോസ് വി ആർ എവറി ടൈം സീയിങ് ദ നെഗറ്റീവ്സ് ഓൺലി, ബട്ട് ഇൻ ദ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് these are some of the good times to buy stocks at the lower range. But ഇത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 6 മാസമായി, so I'm not repeating it again. So let's go on see our portfolio now. So ഇതാണ് നമ്മുടെ നമ്മുടെ മുകളിൽ ഫിൽറ്റർ ഇട്ടേക്കുന്നത് കാണാം. ദിസ് ഈസ് മാർച്ച് ഫസ്റ്റിന്റെ പോർട്ട്ഫോളിയോ ആണ് ഇട്ടേക്കുന്നത്. 3rd മാർച്ച് എന്നാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് യെസ് കാണാമെന്ന് തോന്നുന്നു. സോ മാർച്ച് ഫസ്റ്റിലെ വീഡിയോ ആണ് ഇത്. അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമൗണ്ട് 40,367 rupees and 27 പൈസയായിരുന്നു. നമ്മുടെ ഈ മാസത്തെ പോർട്ട്ഫോളിയോ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ദാറ്റ് ഈസ് ഹിയർ. സോ ദിസ് ഈസ് ദ ഡേറ്റ് ഓഫ് ഏപ്രിൽ ഫസ്റ്റിലെ ഡേറ്റ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50,60,389.17 rupees ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഇൻ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, അത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 58,221 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. Oh my God, 50,000, 58,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ നമ്മൾ കുറച്ച് കൂടിയിട്ടുണ്ട്. സോ ലാസ്റ്റ് മന്ത് അൺറിയലിസ്റ്റിക് പ്രോഫിറ്റ് വാസ് -1,82,000. സോ ദിസ് മന്ത് 89 ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഇംപ്രൂവ്മെന്റ്, ഐ ഹാവ് ടു സേ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റോക്കുകളിലേക്ക് പോകാം. പക്ഷേ സ്റ്റോക്കുകളിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ മാസം നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകൾ വീണ്ടും നമ്മൾ ആവറേജ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒറ്റ സ്റ്റോക്ക് പോലും നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടില്ല. സോ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ പെട്ടെന്ന് സ്റ്റോക്കുകളിലേക്ക് പോവുകയാണ്. 5 പൈസ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ നെഗറ്റീവ് അടിച്ച് കിടപ്പുണ്ട്. ഇത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് അല്ല. ഐ റിപ്പീറ്റ് അഗെയിൻ, ബന്ധൻ ബാങ്ക് നമ്മൾ പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്റ്റോക്കാണ്. സോ ദിസ് ഈസ് നോട്ട് എ ലോങ് ടൈം പിക്ക് ഫോർ മീ. CG പവർ, സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്ക്. EMS ലിമിറ്റഡ്, വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഡസ്ട്രി, ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കാണ്. IDFC ഫസ്റ്റ് ബാങ്ക്, ബാങ്കിങ് ഇൻഡസ്ട്രി, ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കാണ്. ഇൻഡിഗോ പെയിന്റ് ഇൻഡസ്ട്രി, ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കാണ്. IOC, ഗ്രീൻ എനർജി ആൻഡ് ലോട്ട് ഓഫ് അതർ കൈൻഡ് ഓഫ് എനർജി റിലേറ്റഡ് സ്റ്റോക്ക് കമ്പനിയാണ്. പെട്രോളിയം റിലേറ്റഡ് കമ്പനിയാണ്. നമ്മുടെ ലോങ് ടൈമിലേക്കുള്ള പ്യുവർ പിക്ക് ആണ് IOC. ജിയോ ഫിനാൻഷ്യൽ സെക്ടർ കമ്പനി, ലോങ് ടൈം പിക്ക്. This is Nerolac Paints. This is not a long term pick for me. I will be selling this once I get some profit. LIC, great long term pick. We will be holding it for the lifetime. Not lifetime, but it is a long term pick. No issues. Max Health, the company from the health industry, healthcare and hospitality industry. Healthcare, Max Health. I will be holding this for long time. Napto Pharma. This is a company from the pharmaceutical sector. Holding for the long term. NCC, this is Nagarjuna Construction Company. This is a company from the building and construction industry.
definitely holding for the long term. NHPC, this is something like energy related company, government company, public sector company, holding for the long term, no issues. NTPC will be selling it once I get some profit. Power Grid will be selling it once I get some profit. RVNL, one of our favorite long term pick stock, will be holding for the future. Saman Capital, I will be selling this stock once I get some profit. But in the earlier videos, I was saying like I was holding this stock as well, but I'm not gonna hold this for a long time. Once I get some profit, I will be selling it because of some other reasons. I will be explaining that in another separate video. Tata Motors, long-term stocks, no issues. I will be holding it. Tata Power, super stock, long-term pick, holding it for the long term. Tata Steel, super company from the steel industry, will be holding this for the long time. Ujjivan Small Finance Bank, this is a company from the small financing sector, will be holding for the long time. Union Bank, maybe selling it once I get some good profit from here. Wipro from the IT industry and will be holding for the long term as well. So these are the current our stock market portfolio companies, and then we have one Axis small cap fund ഉണ്ട്, പിന്നെ നിഫ്റ്റി 50 HDFC ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, കോട്ടക് എമർജൻസി ഫണ്ട് ഉണ്ട്. ഇത് സ്മോൾ ക്യാപ് ഫണ്ട്, ഇത് നിഫ്റ്റി 50 ഫണ്ട്, ഇത് സ്മോൾ ക്യാപ് ഫണ്ട്, സോറി ഇത് മിഡ് ക്യാപ് ഫണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ഫണ്ട് നമ്മളിപ്പോൾ ഇൻവെസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തേക്കുന്ന ഫണ്ടാണ്. സോ മൂന്നെണ്ണത്തിലാണ് ആക്റ്റീവ് ആയിട്ടുള്ള SIP ഫ്രം ത്രൂ ദ മ്യൂച്വൽ ഫണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഏത് മാസത്തെ പോർട്ട്ഫോളിയോ ആണ്? മാർച്ച് 2025 പോർട്ട്ഫോളിയോ. So, guys, as I always say, we are recording these videos to see after 10 years and to know the how important is the compounding and how important the patient in the Indian stock market എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്നത്. So, if you're interested, join with me and see the progress on every month. I will be putting one video on every month. സോ നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ ആണോ? നിങ്ങൾക്ക് എല്ലാ മാസവും എൻ്റെ പോർട്ട്ഫോളിയോ കാണണോ? എത്ര രൂപ ആ മാസം ഇൻവെസ്റ്റ് ചെയ്തെന്നും ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഞാൻ കറന്റ്ലി ഹോൾഡ് ചെയ്യുന്നതെന്നും കാണണോ? എല്ലാ മാസവും മാസത്തിന് ഒന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ജോയിൻ വിത്ത് us ആൻഡ് see how investment is growing over in the years and in the months. Bye bye.